ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് പ്ലസ് വണ്ണിൽ അഡ്മിഷൻ എടുത്ത കാര്യങ്ങൾ വരെയായിരുന്നു. ഇന്ന് നമ്മൾ പറയുന്നത് എൻ്റെ ഗ്യാങ്ങിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എൻ്റെ പ്ലസ് ടു ഗ്യാങ്. അതിനകത്ത് ഉണ്ടായിരുന്ന ടോട്ടൽ ഒരു 11 പേര് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ഞാൻ അവരുടെ എല്ലാം പേര് പറയാം. ശ്രുതി, അപർണ, ജോൺസി, ഗൗരി, ആദിത്യ, ശ്രീലക്ഷ്മി, അഭിജിത്ത്, ശ്രീരാജ്, വിഷ്ണു, മധു, വിജയ്, പിന്നെ ഞാൻ. അങ്ങനെ ഞങ്ങൾ ടോട്ടലൊരു 11 പേരുണ്ടായിരുന്നു. പിന്നെ വേറെ ബാച്ചിൽ നിന്ന് സൂര്യ, പിന്നെ ആദിത്യ, അങ്ങനെ പറയുന്ന കുറച്ച് പേരും കൂടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു എൻ്റെ ഒരു ഗ്യാങ്. അപ്പോൾ ഞങ്ങൾ പ്ലസ് വണ്ണിലേക്ക് ആദ്യമായിട്ട് വരുമ്പം ഞാൻ ഫസ്റ്റിലെ കമ്പനി വന്നത് അഭിജിത്തുമായിട്ടായിരുന്നു. ഞാൻ അഡ്മിഷൻ എടുത്തത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് അവൻ അഡ്മിഷൻ എടുക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും വരുന്ന ആലപ്പുഴയിൽ നിന്നാണ്. ഒരേ ബസ്സിൽ വന്ന് അങ്ങനെ പരിചയപ്പെട്ടു. ഞങ്ങൾ ഭയങ്കര കമ്പനിയായി. അതായത് എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. വീട്ടിലെ കാര്യങ്ങളാണെങ്കിൽ പോലും അങ്ങനെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കമ്പനിയിൽ ഉണ്ടാകുന്നതാണ് ശ്രുതി, അപർണയൊക്കെ. ഇവരും അതുപോലെ തന്നെ ആലപ്പുഴയിൽ ഉള്ളവരായിരുന്നു. ഒരേപോലെ ബോട്ടിലും ബസ്സിലൊക്കെ വരികയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയാണ് ഞങ്ങൾ കൂടുതൽ കമ്പനി ആകുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ കുറച്ച് പൈസ, അതായത് ഇപ്പോൾ ഒരാളുടെ ഒരു 10 രൂപയാണെങ്കിൽ ചിലപ്പോൾ ഒരാളുടെ ഒരു 20 രൂപ 30 രൂപയൊക്കെ വെച്ച് കാണും. അങ്ങനെയൊക്കെ ഞങ്ങൾ എങ്ങനെയും ഒരു പൈസ കുറച്ച് റോൾ ചെയ്തിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും ക്രാക്ക് ബാർ എന്ന് പറയുമ്പോൾ ചോക്കോ ബാർ പോലത്തെ ഒരു ഐറ്റമാണ്. ക്രാക്ക് ബാർ വാങ്ങിക്കുക, ജ്യൂസ് കുടിക്കുക, സിപ്പപ്പ് വാങ്ങിക്കുക, മിഠായിസ് വാങ്ങിക്കുക. ഇതെല്ലാം കഴിച്ചിട്ടൊക്കെയാണ് ഒന്നുകിൽ ക്ലാസ്സിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സമയത്തായിരിക്കും ഇതെല്ലാം വാങ്ങിക്കുന്നത്. ഭയങ്കര നല്ലൊരു ഗ്യാങ് ആയിരുന്നു. അതായത് ഒരുപാട് നല്ല മെമ്മറീസ് വന്ന ഒരു ഗ്യാങ് ഒക്കെ ആയിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ പ്ലസ് വണ്ണിൽ പഠിക്കുമ്പം ആദ്യത്തെ കുറച്ച് മാസങ്ങൾ 1-2 മാസം ഞാൻ ക്ലാസ്സിലെ ലീഡറായിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ നിന്നിട്ടുള്ള വേറൊരു ലീഡറായിട്ട് നിന്നിട്ടുള്ള അഞ്ജന എന്ന് പറയുന്നവർ വെച്ചായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ രണ്ടും കൂടിയായിരുന്നു ആദ്യത്തെ 1-2 മാസമൊക്കെ ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ഇല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്ലാസ്സിലൊരു ഇലക്ഷൻ വെച്ചു. ഇലക്ഷന് ടീച്ചർ നിർബന്ധിച്ചുകൊണ്ട് മാത്രമേ ഞാൻ നിന്നു. എനിക്കറിയാം അത് എന്തായാലും പൊട്ടുമെന്ന്. പൊട്ടി. എങ്കിലും അത് കുഴപ്പമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഒരു ജയം ഉണ്ടാകുമ്പോൾ ഒരു തോൽവി ഉണ്ടാകണമല്ലോ.